2025 നേടിയതിനേക്കാളേറെ നഷ്ടങ്ങളായിരുന്നു കേട്ടോ. അത് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു. അപ്പോൾ എന്തായാലും പരിപാടികൾക്കൊന്നും ഞങ്ങൾ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ആഘോഷങ്ങളെല്ലാം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. പുൽക്കൂടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാറില്ല. നമ്മൾ എല്ലാ പ്രാവശ്യവും പുൽക്കൂടാണ് ഉണ്ടാക്കാറ്. അടുത്ത പ്രാവശ്യം ട്രീ പിടിക്കണം എന്നുണ്ട്. ഈ പ്രാവശ്യം അതിന് പറ്റിയിട്ടില്ല. അപ്പം ട്രീ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞങ്ങൾ വിട്ടു എന്നുള്ളതാണ് സത്യം. പ്ലാനൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കൂടിന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. നമുക്ക് ഈ ഇരുട്ടത്ത് ലൈറ്റ് ഒക്കെ ഇട്ട് വെക്കുമ്പോഴാട്ടോ ഇതിന് ഇത്ര ഗ്ലാമർ ഉള്ളത്. അങ്ങനെ നമ്മൾ വേഗം മാറ്റി ഒരുങ്ങി റെഡ് ഒപ്പിച്ചു കേട്ടോ നമ്മൾ. എന്നിട്ട് നമ്മൾ കൊണ്ടോട്ടിയിലേക്കാണ് വിട്ടത്. കൊണ്ടോട്ടിയിലേക്ക് വിട്ടത് എന്തിനാന്ന് വെച്ചാൽ കേക്ക് വാങ്ങാനാണ്. പിന്നെ നമ്മൾ ഈ ക്രിസ്മസ് കൂടിൽ വെച്ചിരിക്കുന്ന സ്റ്റാറും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. യൂട്യൂബ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ആർട്ട് വർക്ക് ഒക്കെ ചെയ്യാൻ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ നൈസായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എനിക്കിഷ്ടാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുറേ ആയി ഞാൻ കുട്ടിയായതിനു ശേഷം ഞാൻ ചിത്രം വരയ്ക്കുന്നത് തന്നെ മറന്നുപോയിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ വേഗം കേക്ക് വാങ്ങിയത് കൊണ്ടോട്ടിയുള്ള പ്രിയ ബേക്കറി എന്നാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് കേക്ക് വാങ്ങാറ്. അവിടെ നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിലും കിട്ടും. നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഗാർഡൻ കഫേയിൽ കയറിയിട്ട് അവിടെ നിന്ന് ബ്രോസ്റ്റിന്റെ അതായത് നെക്ക് പീസ് ആണ് കേട്ടോ. അവിടെ 10 റുപ്പീസ് ഉള്ളൂ. മുതുവല്ലൂരുള്ള ഗാർഡൻ കഫേയാണ്. നല്ല രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മൾ അതും വാങ്ങിച്ച് വീട്ടിലേക്ക് വിട്ടപ്പോഴത്തേക്ക് കരോളിന്റെ കുട്ടികളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചെക്കന്മാരെന്നെ ഇറക്കിയ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അതിന്റെ കൂടെ കുറച്ചു നേരം തുള്ളി ചാടി കളിച്ചു. മിഠായി എല്ലാം കിട്ടി. കണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ആൾക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കിട്ടാറുണ്ട് കഴിഞ്ഞാൽ ആള് മാക്സിമം എൻജോയ് ചെയ്യും. അവനെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യം. ഞങ്ങളെക്കാളേറെ അവൻ ഹാപ്പി ആയിരിക്കട്ടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കേട്ടോ. അവന് ക്രിസ്മസ് പറഞ്ഞ് തുള്ളിച്ചാടി കളിക്കായിരുന്നു. ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ടാക്കുന്നത് കേട്ടിട്ടാണോ തോന്നുന്നു. ബിരിയാണി ഉണ്ട് വരുന്നവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഇതാണ് കേട്ടോ നെക്കിന്റെ പീസ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 10 രൂപയ്ക്കല്ലേ നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നതിന് നല്ല കാര്യം. മയോണൈസും അതേപോലെ തന്നെ മറ്റേ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇതിന്റെ കൂടെ കിട്ടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. വാങ്ങുന്നതിന് നമുക്ക് വെർത്താണ്. അങ്ങനെ പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാവ വരുന്നവരെ കാത്തു നിന്നു കേട്ടോ. അവൻ കരോളിന്റെ കൂടെ പോയതായിരുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം മുറിച്ച് ആഘോഷിച്ച് കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു കണ്ണന്റെ. ആള് ഫോട്ടോയ്ക്ക് തീരെ പോസ് ചെയ്ത് തന്നില്ല. ആൾക്ക് ബലൂണൊക്കെ കിട്ടിയപ്പം ആള് മുകളിലേക്ക് എറിയുക, തുള്ളിച്ചാടി കളിക്കുക. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഷെയ്ക്കായി പോവുക ഫോട്ടോസ് എല്ലാം. പിന്നെ ഏതൊക്കെയോ ഒന്നിങ്ങനെ കുറേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ നല്ലത് കിട്ടും. അതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ആക്കിയതാണ് കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് കമന്റ് ആക്കണേ.